തിയറട്ടിക്കൽ അപ്രോച്ചസ് ആണ്. സോഷ്യൽ സൈക്കോളജിക്ക് തിയറട്ടിക്കൽ അപ്രോച്ച് എങ്ങനെയാണ് നോക്കാം. ഒരുപാട് കുറെ തരത്തിലുള്ള തിയറീസ് ഉണ്ട്. കാരണം ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ലല്ലോ, വലിയൊരു ബ്രാഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ തിയറി വെച്ചിട്ടൊന്നും ഇത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തിയറീസ് ഉണ്ട്. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് ആണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ കാണുന്നത്. ലേണിംഗ് തിയറീസും കൊഗ്നിറ്റീവ് തിയറീസും ആണ് ഉള്ളത്. ഈ ലേണിംഗ് തിയറീസ് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള തിയറീസ് ആണ്. എന്നാൽ കൊഗ്നിറ്റീവ് തിയറീസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്രെയിൻ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ആണ്. കോഗ്നിറ്റീവ് നമ്മുടെ ചിന്തകളും ഓർമ്മയും അതൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള തിയറീസ് ആണ്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ലേണിംഗ് തിയറീസ് ആണ്. The central idea in learning theory is that a person's current behavior is determined by his or her prior experience. അപ്പോൾ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് എപ്പോഴും ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരാളുടെ മുൻപുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരാൾ പഠിക്കുന്നത് നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നാണെന്നാണ് ലേണിംഗ് തിയറി പറയുന്നത്. എ പേഴ്സൺ learns in a given situation, a person learns certain behaviors that over time may become habits. നമ്മളൊരു സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളുടെ എന്തായി മാറുന്നത്, നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. When presented with a similar situation, the person tends to behave in the same habitual way. അപ്പോൾ ഈ ഹാബിറ്റ് തന്നെയായിരിക്കും നമ്മളുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാകുന്നത്. ഈ സെയിം വേറൊരു സിറ്റുവേഷൻ വന്നാലും ആ പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത് ആ സെയിം ഹാബിറ്റിൽ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, when traffic light turns red, we typically stop. അല്ലെ, ട്രാഫിക് ലൈറ്റ് നമ്മൾ റെഡ് കണ്ടാൽ നമുക്കറിയാം സ്റ്റോപ്പ് ചെയ്യണം എന്ന്. ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ വി ഹാവ് ലേൺ ടു റെസ്പോണ്ട് ഇൻ ദ പാസ്റ്റ്. കാരണം നമ്മൾ കുഞ്ഞിലേ മുതൽ പഠിച്ചു വന്ന കാര്യമാണ് അവിടെ റെഡ് ലൈറ്റ് കണ്ടാല് സ്റ്റോപ്പ് ആവണം എന്ന കാര്യം. നമ്മളുടെ ഹാബിറ്റ് ആയി മാറിക്കഴിഞ്ഞു. ആസ് അപ്ലൈഡ് ടു സോഷ്യൽ ബിഹേവിയർ ബൈ ആൽബർട്ട് ബന്ദൂര ആൻഡ് അതേഴ്സ്, ദിസ് അപ്രോച്ച് ഹാസ് ബീൻ കോൾഡ് സോഷ്യൽ ലേണിംഗ് തിയറി. അങ്ങനെ ആൽബർട്ട് ബന്ദൂര അപ്ലൈ ചെയ്ത ഈ ഒരു കാര്യം പിന്നീട് അറിയപ്പെടുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ്. അതായത് നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത ഹാബിറ്റ്സ് ആണ് പിന്നീട് നമ്മുടെ ലൈഫിലെ ഉടനീളം നമ്മൾ ഹാബിറ്റ് ആയിട്ട് നമ്മളുടെ കൊണ്ടു നടക്കുന്നത്. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ലേണിംഗില് 3 മെയിൻ ആയിട്ടുള്ള മെക്കാനിസംസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് അസോസിയേഷൻ, രണ്ടാമത്തേത് റീഇൻഫോഴ്സ്മെന്റ്, മൂന്നാമത്തേത് ഒബ്സർവേഷൻ ലേണിംഗ് ആണ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് അസോസിയേഷൻ, സെക്കൻഡ് വൺ റീഇൻഫോഴ്സ്മെന്റ്, തേർഡ് വൺ ഒബ്സർവേഷണൽ ലേണിംഗ്. ഇനി ഇത് മൂന്നും എന്താണെന്ന് നോക്കാം. There are 3 general mechanisms by which in which learning occurs. ഒന്നാമത്തേത് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കും. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് ഒരാളെ പഠിപ്പിച്ച് എടുക്കുന്നതിനെ പറയുന്നു. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചെടുക്കുന്നതാണ്. ക്ലാസിക്കൽ കണ്ടീഷൻ ഏറ്റവും ആദ്യമത്തെ ഒരു കണ്ടീഷനിങ് മെത്തേഡാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ. അതായത് ഒരു സ്റ്റിമുലസ് കൊടുത്ത് നമ്മൾക്ക് ആവശ്യമുള്ള റെസ്പോൺസിനെ എടുക്കുന്ന രീതി. അല്ലെ, പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് പഠിച്ചായിരുന്നോ? പട്ടിയുടെ ഡോഗിന്റെ അത് തന്നെ. അയാൾ എന്ത് ചെയ്തു? പാവ്ലോവ് എന്താ ചെയ്തത്? ഒരു ബെല്ല് കൊടുക്കുമ്പോ സലൈവേഷൻ വരും. ഓക്കെ, അത് ഫുൾ ആയിട്ട് പറയാൻ പറ്റുമോ? അതിനെ ആദ്യം ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോഗിനെ ഒരു ബെല്ല് റിങ് ചെയ്യുമ്പോഴാണ് അതിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ പിന്നീട് അതൊരു ശീലമായി പോയി. പിന്നെ അത് ഫുഡ് വന്നില്ലെങ്കിലും ബെല്ലടിക്കുമ്പോ അതിന് സലൈവേഷൻ വരും. അപ്പൊ ഈ സലൈവ മെഷർ ചെയ്യാനായിട്ട് പാവ്ലോവിന്റെ കയ്യിൽ ഒരു മെഷർമെന്റ് ടെക്നിക് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി അത് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഈ ഫുഡ് കണ്ടപ്പോഴുള്ള സലൈവയും ഈ ബെല്ല് കെട്ടിപ്പോ ഉണ്ടായ സലൈവയും രണ്ടും ഈക്വൽ ആണ്. ഒരേ അളവിൽ ആ സലൈവ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവർക്ക് മനസ്സിലായി എന്താണ് ഈ ബെല്ല് ബിഫോർ കണ്ടീഷനിങ്ങിന് മുന്നേ ഫുഡ് കൊടുത്തപ്പോഴാണ് സലൈവേഷൻ വന്നത്. അതിനെയാണ് നമ്മള് UR അല്ലെങ്കിൽ എന്ത് പറയും? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയും.
അവിടെ ബെല്ലില് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. കണ്ടീഷനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബെല്ലും ഫുഡും കൂടി ഒരുമിച്ച് കൊടുത്തപ്പോൾ വന്ന സലൈവ, അതുപോലെ തന്നെ ബെല്ല് മാത്രം കൊടുത്തപ്പോൾ വന്ന സലൈവയും ഈക്വൽ ആണ്. അപ്പൊ ബെല്ല് മാത്രം കൊടുത്തപ്പോൾ വന്ന സലൈവയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ ഓക്കെ മാം. ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്റ്റിമുലസ് കൊടുത്ത് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. എലിസിറ്റഡ് റെസ്പോൺസ്. ഓക്കെ അപ്പൊ നമ്മൾക്ക് എന്താണ് ഇതിന് മനസ്സിലായത്? നമ്മൾക്ക് എന്ത് കാര്യം ആവശ്യമുണ്ടോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് മാറ്റി മാറ്റി കൊടുത്ത് നമ്മൾക്ക് ആവശ്യമുള്ള റെസ്പോൺസിനെ എടുക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലായി. അതിപ്പോ നമ്മളുടെ ഡെയിലി ലൈഫിലാണെങ്കിലും സോഷ്യൽ ലൈഫിലാണെങ്കിലും നമുക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഉതകുന്ന സ്റ്റിമുലസ് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ആ റെസ്പോൺസ് കിട്ടും. ഓക്കെ അപ്പൊ ഈ മനുഷ്യരുടെ കാര്യം എടുക്കുവാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ലേൺ ചെയ്യുന്നത്, സംടൈംസ് ലേൺ ഇമോഷൻസ് ബൈ അസോസിയേഷൻ. നമ്മൾ ഇമോഷൻസ് പഠിക്കുന്നത് ചില സമയങ്ങളിൽ ഈ അസോസിയേഷൻ വഴിയാണ്. ഓക്കെ അതെങ്ങനെയായിരിക്കും? നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റിമുലസ് കൊടുത്താൽ നമ്മൾക്ക് ആവശ്യമുള്ള റെസ്പോൺസ് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റിമുലസ് മാറ്റി മാറ്റി കൊടുത്താൽ മതി. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ തരുന്നത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഇന്ന് ചിലപ്പോ തിയറി പഠിപ്പിക്കും, നാളെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പഠിപ്പിക്കും, ചിലപ്പോൾ തമാശ പറയും. അതൊക്കെ നമ്മുടെ സ്റ്റിമുലസ് മാറ്റി മാറ്റി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ മക്കളാണെങ്കിൽ, മക്കൾ നന്നായിട്ട് നല്ല കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്താൽ മതി, നല്ല സ്റ്റിമുലസ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റിമുലസ് കൊടുത്താൽ നമ്മളുടെ ഇമോഷൻസ് നമുക്ക് മാറ്റി മാറ്റി എടുക്കാവുന്നതാണ്. ആഫ്റ്റർ എ പർട്ടിക്കുലർലി പെയിൻഫുൾ വിസിറ്റ് ടു എ പർട്ടിക്കുലർ പ്ലേസ്, ദ മിയർ മെൻഷൻ ഓഫ് ദ പ്ലേസ് മേ കോസ് എറൗസ് ആങ്സൈറ്റി. നമ്മളൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഒരു മരണ വീട്ടിൽ പോയി നമ്മളുടെ അടുത്തൊരു ബന്ധു മരിച്ചു, നമ്മൾ അവിടെ ചെന്നു എന്ന് വിചാരിച്ചോളൂ. പിന്നീട് നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആങ്സൈറ്റി തോന്നുന്നതായിട്ട് മനസ്സിലാവുന്നില്ലേ? അതാണ് ആ ഒരു ഫീലിംഗ്, ആ ഒരു സ്റ്റിമുലസ്. അതാണ് നമുക്ക് ആ റെസ്പോൺസ് ആയിട്ടുള്ള ആങ്സൈറ്റി വീണ്ടും വീണ്ടും നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ഇതാണ് അസോസിയേഷൻ. അപ്പൊ ഒന്നാമത്തേത് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് എഴുതി വെക്കാം ഷോർട്ട് ആക്കിയിട്ട്. രണ്ടാമത്തേതാണ് റീഇൻഫോഴ്സ്മെന്റ്. ഇത് കൊണ്ടുവന്നത് സ്കിന്നർ ആണ്, BF സ്കിന്നർ. പുള്ളിയുടെ തിയറി എന്താണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. എന്താണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. പുള്ളി എന്താ ചെയ്തത്? പുള്ളി എലിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത് അല്ലെ? ഒരു കൂട്ടിനകത്ത് എലിയെ ഇട്ടു. എന്നിട്ട് ഈ എലി റാൻഡംലി ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയൊരു ബോക്സിനകത്ത്, എലി കൂടിന്റെ പുറത്ത് ഒരു ബോക്സിനകത്ത് കുറച്ച് ഫുഡ് വെച്ചു. ഈ കൂടിന്റെ അകത്ത് തന്നെ ഒരു ലിവറും വെച്ചു. ആ ലിവർ പ്രസ് ചെയ്താൽ ഒരു ഹോളിൽ കൂടി ഫുഡ് അകത്തേക്ക് വരും. അപ്പൊ എലി ഇങ്ങനെ റാൻഡംലി ഓടിക്കളിക്കുന്നതിനിടയിൽ ഒരു തവണ ഈ ലിവറിൽ ചവിട്ടി. അപ്പൊ എലിക്ക് ഫുഡ് കിട്ടി. അപ്പൊ എലിക്ക് മനസ്സിലായി, ഞാൻ ആ ലിവറിൽ പ്രസ് ചെയ്താൽ എനിക്ക് ഫുഡ് കിട്ടും. അങ്ങനെ എലി വീണ്ടും റാൻഡംലി ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരുന്നു, എലിക്ക് ഫുഡ് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രത്യേക സ്റ്റിമുലസ് കൊടുത്തോ? നമ്മൾ ട്രെയിൻ ചെയ്തൊന്നും ഇല്ലല്ലോ. എലി സ്വയം എങ്ങനെയോ ആർജിച്ചെടുത്ത കഴിവാണ്. അങ്ങനെയുള്ള കണ്ടീഷനിങ്ങിനെയാണ് നമ്മൾ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് മാത്രമാണ് കേട്ടോ. ഓക്കെ അപ്പൊ ഈ സ്കിന്നർ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, ആ റെസ്പോൺസ്, എലി ലിവർ പ്രസ് ചെയ്ത് ഫുഡ് എടുത്തു, ആ റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? സ്റ്റിമുലസ് കൊടുക്കാം. അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ അപ്പോ ലിവർ പ്രസ് ചെയ്തതാണ് എലിയുടെ റെസ്പോൺസ്, ഫുഡ് കിട്ടിയതാണ് സ്റ്റിമുലസ്. അവിടെ നമ്മൾ സ്റ്റിമുലസ് കൊടുത്തിട്ടല്ല ഫുഡ് കിട്ടുന്നത്, അതിന് പകരം എലി ചവിട്ടി, അപ്പൊ ഫുഡ് കിട്ടി. അപ്പൊ റെസ്പോൺസിന് ശേഷമാണ് ഫുഡ് കിട്ടിയത്. അപ്പോൾ ആ റെസ്പോൺസ്, കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടാനായിട്ട് നമുക്ക് ആ സ്റ്റിമുലസ് ഒന്ന് കൊടുത്താൽ മതി. സ്ട്രെങ്തൻ ചെയ്ത് കൊടുത്താല് കറക്റ്റ് റെസ്പോൺസ് കിട്ടും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നല്ല മോട്ടിവേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. അതാണ്, നിങ്ങളുടെ സ്റ്റിമുലസിനെ ഞാൻ സ്ട്രെങ്തൻ ചെയ്താൽ ഞാൻ റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല റെസ്പോൺസ് തരും. ഓക്കെ അപ്പൊ ഇത് സ്കിന്നറിന്റെ ആണ്, നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല. മെക്കാനിസം ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഇറ്റ് ഈസ് ബൈ BF സ്കിന്നർ. People learn to perform a particular behavior because it is followed by something that is pleasurable or that satisfies a need. നമ്മൾ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ
or they learn to avoid behavior that is followed by unpleasant consequences. നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്ലസന്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മൾക്ക് അതൊന്നും കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. എ ചൈൽഡ് മേ ലേൺ ടു ഹെൽപ്പ് അതർ പീപ്പിൾ because his or her parents praise for sharing toys and smile approvingly when he or she offers to help. നമ്മുടെ മക്കളോട് നമ്മളുടെ മക്കളുടെ ഫ്രണ്ട്സ് ഒക്കെ കളിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സിന്റെ അടുത്ത് അവളുടെ ടോയ് കൊടുക്കാനോ അല്ലെങ്കിൽ അവന്റെ ഫുഡ് ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ അവരെ ഒന്ന് ചിരിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒന്ന് പ്രൈസ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. അവർ വീണ്ടും ആ ശീലം തന്നെ കണ്ടിന്യൂ ചെയ്യും. Or a student may learn not to contradict his teacher in class because each time he does so, the teacher frowns, looks angry and scolds him. ഒരു കുട്ടി ആ ടീച്ചർ കുട്ടീനെ സ്ഥിരമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റിന് വലിയൊരു പങ്കുണ്ട് സോഷ്യൽ ലേണിംഗിൽ. ഒന്നാമത്തേത് അസോസിയേഷൻ ആയിരുന്നു, നമ്മുടെ പ്രീവിയസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തേത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റെസ്പോൺസുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയോ? മൂന്നാമത്തെ മെക്കാനിസം ആണ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഇവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒബ്സർവ് ചെയ്യാണ് മൊത്തം സമൂഹത്തെ മുഴുവനുമായിട്ട്. വാച്ചിങ് അതർ പീപ്പിൾ, അതിന് നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് മോഡൽസ് എന്ന് വിളിക്കും. മോഡൽസ്. Children learn regional and ethnic speech patterns by listening to the speakers around them. അല്ലെ, ഇപ്പോ എൻ്റെ ബ്രദറിന്റെ കുട്ടിയെ UKG പഠിക്കുന്ന കുട്ടിയാ. പക്ഷെ അവൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. എങ്ങനെയാന്ന് വെച്ചാല് തൊട്ട് അടുത്ത വീട്ടില് പണിക്കായിട്ടൊരു ഭായ് വന്നു. ഇവൻ അവിടെ ചെന്നിട്ട് അവനുമായിട്ട് സംസാരിച്ച് പുള്ളി ഇപ്പൊ നന്നായിട്ട് ഹിന്ദി പറയും. അപ്പൊ അതെന്തുകൊണ്ടാ? അവൻ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, മിമിക് ചെയ്യുന്നു, അല്ലെങ്കിൽ മോഡൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളുടെ മക്കള് യൂട്യൂബ് കണ്ടിട്ട് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മളോട് പറയും. ചിലപ്പോ 4, 5, 3 വയസ്സുള്ള മക്കളാണ് നമ്മളേക്കാൾ നന്നായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്, അല്ലെ? നല്ല പാട്ട് പാടും, അല്ലെങ്കിൽ നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. അവര് പല കാര്യങ്ങളും മോഡൽസ് ആയിട്ട് ആക്ട് ചെയ്യും. ചിൽഡ്രൻ, അതാണ് പറഞ്ഞത്, adolescents may acquire their political attitudes by listening to their parents' conversations during election campaigns. കുറച്ചുകൂടി പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവർ കൂടുതലും നോക്കുന്നത് നമ്മളുടെ പേരൻസിനെയും അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സും ഒക്കെ ആയിരിക്കും. ഇൻ ഒബ്സർവേഷണൽ ലേണിംഗ് അതർ പീപ്പിൾ ആർ ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഒബ്സർവേഷണൽ ലേണിംഗിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മറ്റു ആളുകളാണ്. ഒബ്സർവേഷണൽ ലേണിംഗ് ക്യാൻ ഒക്കർ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഒബ്സർവേഷണൽ ലേണിംഗിന് പ്രത്യേകിച്ച് റീഇൻഫോഴ്സ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെ? നമ്മളുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. However, whether people actually perform a behavior that is learned through observation is influenced by the consequences of the action. For example, a little boy may learn a lot of baby dolls from watching his sisters, but may be discouraged from playing with them himself because his traditional parents say dolls aren't for boys. ഇപ്പൊ നമ്മളുടെ ഒരു ആൺകുട്ടി ഡോള് കൊണ്ട് കളിച്ചു, പാവക്കുട്ടികൾ കൊണ്ട് കളിച്ചു. അവൻ അതെന്താണ് ഒബ്സർവ് ചെയ്ത് കളിച്ച്, അവന്റെ സിസ്റ്റർ കളിച്ചു, അതുകൊണ്ട് അവനും കളിച്ചു. പക്ഷെ നമ്മളുടെ കുറച്ച് പേരൻസ്, ട്രഡീഷണൽ പേരൻസ് എന്ത് പറയും? ആൺകുട്ടികൾ പാവക്കുട്ടികൾ കൊണ്ട് കളിക്കാൻ പാടില്ല എന്ന് പറയില്ല. അപ്പൊ അവിടെ ഒരു തടസ്സം വന്നു. Imitation or modeling occurs when a person not only observes but actually copies the behavior of a model. ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്, അവർ നമ്മളെ കോപ്പി ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മളുടെ മക്കൾ നമ്മളെ കോപ്പി ചെയ്യാണ്, നമ്മൾ നമ്മുടെ പേരൻസിനെ കോപ്പി ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനെ കോപ്പി ചെയ്യാറുണ്ട് ചില സമയത്ത്. The learning approach seeks the causes of behavior in the past learning history of the individual. അപ്പൊ ലേണിംഗ് അപ്രോച്ചിലേക്ക് വരുമ്പോൾ അത് ആ ഇൻഡിവിജ്വലിന്റെ പാസ്റ്റ് ലേണിംഗ് ഹിസ്റ്ററിനെ ബന്ധപ്പെടുത്തിയായിരിക്കും ഇരിക്കുന്നത്. ഈ മൂന്നുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്നാമത്തേത് അസോസിയേഷൻ. നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം അസോസിയേഷൻ വഴിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പെയിൻഫുൾ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് അസോസിയേഷൻ ആണ്. രണ്ടാമത്തേത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നല്ല പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടും. അടുത്ത ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. അതിൽ ഓർക്കേണ്ട പോയിന്റ് മോഡൽസ് അല്ലെങ്കിൽ മോഡലിംഗ് ആണ്. ഇത് മൂന്നും ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത
ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് another important process based on the principle of reinforcement. ഈ റീഇൻഫോഴ്സ്മെന്റുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് is social exchange. Social exchange theory uses the concept of reinforcement to explain stability and change in relations between individuals. വ്യക്തി ജീവിതത്തെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ് ഈ സോഷ്യൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. This theory assumes that individuals have freedom of choice and often face social situations in which they must choose among alternative actions. നമുക്ക് മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ഒരാളെ തിരഞ്ഞെടുക്കുന്നതിലും ഒരു റിലേഷൻഷിപ്പിൽ ആവുന്നതിനും എല്ലാമുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. Any action provides some rewards and entails some cost. There are many kinds of socially mediated rewards: money, goods, services, prestige or status, approval by others, etc. അല്ലെ, നമുക്കറിയാം നമ്മളുടെ സൊസൈറ്റിയിൽ നമുക്കൊരാൾ ഒരു റിവാർഡ് തന്നു, ഒരു സമ്മാനം തന്നു, അല്ലെങ്കിൽ ഒരു ട്രോഫി തന്നു, അവാർഡ് തന്നു, കുറച്ച് പൈസ തന്നു, എന്തെങ്കിലും സാധനങ്ങൾ തന്നു, നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടായി, നമ്മൾ പഠിച്ചു വലിയ ആളായി, നല്ല ജോലി വാങ്ങി, നല്ലൊരു മറ്റുള്ളവരെ നമ്മൾ അപ്രൂവ് ചെയ്യുന്നു, നമ്മളെ നമുക്കൊരു വില തരുന്നു. ഇതെല്ലാം നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. The theory presumes that individuals are hedonistic and they try to maximize rewards and minimize cost. മനുഷ്യരെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു സുഖലോലുപത ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഒരു ഫ്രീ ഓഫ് ടെൻഷൻ, അല്ലെങ്കിൽ എപ്പോഴും അവരിങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് സുഖത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. അവരെപ്പോഴും റിവാർഡ്സ്, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കും, ചെലവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. They choose actions that produce good profits and avoid actions that produce poor profits. അവരെപ്പോഴും ലാഭം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അല്ലെ, ശരിയല്ലേ ഞാൻ പറയുന്നേ? ശരിയാണോ? Thus, social exchange theory primarily views social interactions as exchange of goods and services among persons. അപ്പൊ social exchange theory മെയിൻ ആയിട്ട് പറയുന്നത് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആളുകൾ തമ്മിലുള്ള കൈമാറ്റമാണ്. സാധനങ്ങളുടെയും അല്ലെങ്കിൽ സർവീസിന്റെയും ഒക്കെ കൈമാറ്റത്തിനെയാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി ഫോക്കസ് ചെയ്യുന്നത്. If they find that a particular interaction is providing profitable outcomes, they happily participate in the relationship. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ ബന്ധം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ലെങ്കിൽ നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്യില്ല, അല്ലെ? എന്തെങ്കിലുമൊക്കെ ഗുണമുള്ളത് കൊണ്ടാണ് നമ്മളവിടെ, പ്രോഫിറ്റബിൾ ഔട്ട്കം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. Furthermore, the attractiveness of a relationship is compared on the basis of the profits it provides against the profits available in other alternative relationships. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ഒരു മാരീഡ് ലൈഫിലിരിക്കുന്ന കപ്പിൾ ആണെങ്കിൽ രണ്ടു പേർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാവണം, അല്ലെ? നഷ്ടം സഹിച്ചുകൊണ്ട് ആരും ഒരു ബന്ധത്തിലും കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോ മറ്റു ബന്ധത്തെ അപേക്ഷിച്ച് ആ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവണം. If a person is participating in a social relationship and receiving certain outcomes, the level of outcomes available in the best alternative relationship is termed that person's comparison level for alternatives. People are more likely to stay with a social relationship when the rewards are high, the costs are low, and the alternatives are unpromising. അപ്പൊ ആളുകൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? നല്ല റിവാർഡ്സ് വേണം, കോസ്റ്റ് കുറയണം, അൺപ്രോമിസിങ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആളുകൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഈ 3 പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ആദ്യം പറഞ്ഞ 3 പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ഉള്ളത്. പിന്നെ സോഷ്യൽ എക്സ്ചേഞ്ച് എന്താന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. അടുത്തത്, despite its usefulness in illuminating why relationships change and how people learn, learning theories have been criticized on various grounds. അപ്പൊ ഈ ലേണിംഗ് തിയറീസ് ഒക്കെ ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്രിറ്റിസിസം ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. One criticism is that learning theories portrays individuals primarily as reacting to or imitating environmental stimuli. ശരിയല്ലേ? നമ്മളുടെ ചുറ്റുപാട് നിന്നുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഒന്നുകിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അതൊരു ക്രിറ്റിസിസം ആണ്. അതുപോലെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഇന്നോവേഷൻസിനെയോ ഇൻവെൻഷനെയോ ഒന്നും ഒരു വാല്യൂവും കൊടുക്കുന്നില്ല. ശരിയല്ലേ? ശരിയാണോ? ഇത്രയും പറഞ്ഞത് കേട്ടിട്ട്
യെസ് ഓർ നോ? യെസ് മാം. ആ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ ഒന്നാമത്തെ ക്രിറ്റിസിസം എന്താണ്? ഇത് ജസ്റ്റ് പോർട്രേ ചെയ്യുന്നത് ഈ നമ്മളുടെ ഒരു റിയാക്ഷനെയോ അല്ലെങ്കിൽ ലിമിറ്റേഷനെയോ മാത്രമാണ്. നമ്മൾ എന്തോ കണ്ട് കോപ്പി അടിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളുടെ സ്വയം, ഒരു വ്യക്തിയുടെ സ്വയം ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ്, ഇന്നോവേഷൻസ് എങ്ങനെയാണ്, ഇൻവെൻഷൻ, നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്താണ്, അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് തിയറി ലാർജ്ലി ഇഗ്നോർസ് ഓർ ഡൗൺ പ്ലേസ് അതർ മോട്ടിവേഷൻസ്. മറ്റു മോട്ടിവേഷൻസിനെ അത് തള്ളിക്കളയുന്നു. അതായത് ഇറ്റ് ക്യാരക്ടറൈസസ് സോഷ്യൽ ബിഹേവിയർ ആസ് ഹെഡോണിസ്റ്റിക് with individuals striving to maximize profits from outcomes. Thus, it cannot easily explain selfless behavior such as altruism and martyrdom. എന്നുവെച്ചാൽ എന്താ? ഇത് ഈ റീഇൻഫോഴ്സ്മെന്റ് പലതരത്തിലുണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ പലതരത്തിലുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ സെൽഫ്ലെസ് ബിഹേവിയർ, അതായത് ത്യാഗ മനോഭാവമുള്ള ചില വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആൾട്രൂയിസം, അതായത് ഈ സേവനം മാത്രം ഉദ്ദേശിക്കുന്ന ആളുകള്, അതുപോലെ നമ്മുടെ മാർട്ടിഡം എന്ന് വെച്ചാല് ത്യാഗികള്, സാക്രിഫൈസ് ചെയ്യുന്ന രക്തസാക്ഷികള്, അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. നമ്മുടെ ലാഭം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വിഭാഗവും ഉണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ലേണിംഗ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഈ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ടെങ്കിലും reinforcement theory has enjoyed substantial success in explaining why individuals persist in emitting certain behaviors, how they learn new behaviors, and how they influence the behavior of others through exchange. ഇതുണ്ടെങ്കിലും ആളുകൾ ചില ബിഹേവിയറെ സ്വീകരിക്കുന്നു, ചില ബിഹേവിയേഴ്സ് എമിറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ എക്സ്ചേഞ്ച് വഴി കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതെല്ലാം റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു എന്താണ്, ഒരു സബ്സ്റ്റാൻഷ്യൽ സക്സസ് ആണെന്ന് നമുക്ക് പറയാം. ഈ പാരഗ്രാഫിൽ പഠിക്കേണ്ടത് 2 ക്രിറ്റിസിസം മാത്രം പഠിച്ചാൽ മതി. 1 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രിറ്റിസിസം. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ മാം. ഓക്കെ. ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്ത തിയറിയാണ് കൊഗ്നിറ്റീവ് തിയറിയാണ്. കൊഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ കൊഗ്നിറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്നത് പിയാഷെയാണ്. ജീൻ പിയാഷെ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അതൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് നമ്മൾ കാര്യത്തിലേക്ക് പോവാം. His cognitive theory pursues that the mental activities of the individual are important determinants of social behavior. ഇത് മാർക്ക് ചെയ്യേണ്ടതാണ്. എന്താണ്? മെന്റൽ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. സോഷ്യൽ ബിഹേവിയറിൽ മെന്റൽ ആക്ടിവിറ്റീസ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഏതൊക്കെ മെന്റൽ ആക്ടിവിറ്റീസ് ആണ്? അതിനെ വിളിക്കുന്ന പേരാണ് കൊഗ്നിറ്റീവ് പ്രോസസ്. കൊഗ്നിറ്റീവ് പ്രോസസ് അണ്ടർലൈൻ ചെയ്യുക. അതായത് അതിൽ വരുന്ന കാര്യങ്ങൾ പെർസെപ്ഷൻ, മെമ്മറി, ജഡ്ജ്മെന്റ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം ഉൾപ്പെട്ട കൊഗ്നിറ്റീവ് പ്രോസസ് ആണ് സോഷ്യൽ ബിഹേവിയറിൽ ഡിറ്റർമിനന്റ് ആയിട്ട് വരുന്നത് എന്നാണ് കൊഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത്. It does not deny the importance of external stimuli, but it maintains that the link between stimulus and response is not mechanical or automatic. Rather, individuals' cognitive processes intervene between external stimuli and behavioral response. Individuals not only actively interpret the meaning of stimuli, but also select the actions to be made in response. Historically, social psychology has been influenced by the ideas of Kafka, Kohler, and other theorists in the Gestalt movement of psychology. Gestalt movement എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. അവരവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ മലയാളത്തിൽ നമ്മൾ ഇതിനെ സമഗ്രതാവാദം എന്ന് പറയും. അതായത് ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ അതിനെ പാർട്ടായി പഠിക്കാതെ അതിനെ മൊത്തത്തിൽ പഠിക്കണം എന്നാണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സിനിമ കാണുവാണെങ്കിൽ ആ സിനിമയുടെ ഓരോ സീനും കണ്ട് തീർക്കുന്നതാണോ, ആ സിനിമ മുഴുവനും ഒരുമിച്ച് തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കാണുന്നതാണോ നമുക്ക് നല്ലത്? നമുക്കത് ഫുൾ മനസ്സിലാവണമെങ്കിൽ ആ സിനിമ മൊത്തം കാണണം, ഫുൾ ആയിട്ട് കാണണം. ചില പാർട്സ് കണ്ടിട്ട് കാര്യമില്ല, അല്ലെ? അത് തന്നെയാണ് പറയുന്നത്, ഒരു ഹോൾ ആയിട്ട് കാണണം, മൊത്തത്തിൽ നമ്മൾ അതിനെ വാച്ച് ചെയ്യണമെന്നാണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, വി മസ്റ്റ് ലുക്ക് അറ്റ് ദ ഹോൾ ഓഫ് വിച്ച് ഇറ്റ് ഇസ് എ പാർട്ട്. People understand the meaning of a stimulus only by viewing it in the context of the entire system of elements in which it is embedded. To comprehend the meaning of any element, we must look at the whole of which it is a part. ആൾക്കാർക്ക് എന്ത് മനസ്സിലാക്കണമെങ്കിലും ആ ഒരു കോണ്ടെക്സ്റ്റ് ഫുൾ ആയിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ പാർട്ടായിട്ട് അതിന്റെ എലമെന്റ്സ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്
ഗസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്നത്. ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ. അടുത്തത്, modern cognitive theories depict humans as active in selecting and interpreting stimuli. According to this view, people do more than merely reacting to their environment. They actively structure their world cognitively. നമ്മൾ ഈ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ എന്താണ് റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു കൊഗ്നിറ്റീവ് വേൾഡ് അതിന്റെ സ്ട്രക്ചറിലാണ്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചിന്തകളും നമ്മളുടേതായിട്ടുള്ള മെമ്മറീസും അതിൽ നമ്മൾ ബിസിയാണ്. ഫസ്റ്റ്ലി ബിക്കോസ് ദേ കനോട്ട് പോസിബിളി അറ്റൻഡ് ടു ഓൾ ദി കോംപ്ലക്സ് സ്റ്റിമുലേ ദാറ്റ് സറൗണ്ട് ദം. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സ്റ്റിമുലൈകൾ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അവിടെയൊന്നും എല്ലായിടത്തും ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ദേ സെലക്ട് ഓൺലി ദോസ് സ്റ്റിമുലൈ ദാറ്റ് ആർ ഇമ്പോർട്ടന്റ് ഓർ യൂസ്ഫുൾ ടു ദം. നമുക്ക് ആവശ്യമുള്ള സ്റ്റിമുലൈ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ആൻഡ് ഇഗ്നോർ ദ അതേഴ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റിമുലൈ ഒന്നും നമ്മൾ എടുക്കാറില്ല, നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. സെക്കൻഡ്, they actively control which categories or concepts they use to interpret the stimuli in the environment. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്റ്റിമുലസിനെ മാത്രമേ മനുഷ്യര് സ്വീകരിക്കാറുള്ളൂ, ബാക്കിയുള്ളവരെ ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. ഓക്കെ. Okay, ma'am. ഓക്കെ, നെക്സ്റ്റ് പേജ് ആണ് ഇനി. Because a person's cognitions are interrelated, cognitive theory gives specific emphasis to exactly how they are structured and organized in memory and how they affect a person's judgments. Social psychologists have proposed that individuals are use specific cognitive structures called schemas. എന്താണ് ഈ schemas? നമ്മളുടെ എല്ലാ ചിന്തകളുടെയും ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് സ്കീമ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ആപ്പിളിന്റെ സ്പെല്ലിംഗ് ചോദിച്ചാൽ നിങ്ങൾ APPLE എന്ന് പറയും. അതെന്താണ്? അതൊരു സ്കീമയാണ്, നിങ്ങൾ പണ്ടേ പഠിച്ച കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ ആപ്പിൾ പഠിച്ചത്? നിങ്ങളുടെ നഴ്സറി ടീച്ചർ നിങ്ങളെ ആദ്യം ഒരു ആപ്പിളിന്റെ പിക്ചർ കാണിച്ചു തന്നു, എന്നിട്ട് പറഞ്ഞു ഇത് ആപ്പിൾ ആണ്, അതിന്റെ സ്പെല്ലിംഗ് APPLE അല്ലെ. ആദ്യം നമ്മളൊരു പിക്ചറാ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇപ്പോഴും ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആപ്പിളിന്റെ ഫിഗറും ഓർമ്മ വരും, അതുപോലെ തന്നെ ആപ്പിളിന്റെ സ്പെല്ലിംഗും ഓർമ്മ വരും. ശരിയല്ലേ? അതൊരു സ്കീമയാണ്. ഓക്കെ. അപ്പോ ഇങ്ങനെ നമ്മളുടെ പ്രീവിയസ്ലി നമ്മള് ഒരു കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന നമ്മളുടെ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് സ്കീമാസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ പറ. ഓക്കെ. പഠിച്ച കാര്യങ്ങളാണോ പറയുന്നത്? പണ്ട് പഠിച്ച കാര്യങ്ങളല്ല, പണ്ട് പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം അതിനകത്ത് പെടും. ലൈഫ് എക്സ്പീരിയൻസ് വരും, നമ്മൾ കണ്ട കാഴ്ചകൾ വരാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരാം, നമ്മളുടെ ഇത് കോഗ്നിറ്റീവ് ആണ്. നമ്മളുടെ ബ്രെയിനിലേക്ക് വന്ന എല്ലാ കാര്യങ്ങളും വരാം. നമ്മൾ പെർസീവ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ജഡ്ജ് ചെയ്ത കാര്യങ്ങൾ എല്ലാം പെടും. പ്രീവിയസ്ലി നമ്മൾ അക്യൂർ ചെയ്ത കാര്യങ്ങളാണ്. Okay, ma'am. The term schema refers the form or basic sketch of what we know about people and things. നമുക്ക് ആളുകളെ കുറിച്ചും സാധനങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് എന്തറിയാം, അതാണ് എന്റെ സ്കീമ. അപ്പൊ എനിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് എന്റെ സ്കീമ. അപ്പൊ എന്റെ സ്കീമയാവണമെന്നില്ല ഷിംജിതയ്ക്കുള്ളത്. അപ്പൊ ഷിംജിതയ്ക്ക് എന്നേക്കാൾ കുറച്ച് കൂടുതൽ വേറെ കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പൊ അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. Okay, whenever we encounter a person for the first time, we usually form an impression of what he or she is like. അല്ലെ, നമ്മളൊരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ അപ്പൊ തന്നെ ഒരു ഇംപ്രഷൻ വരും, അവൻ എങ്ങനെയായിരിക്കും, അവൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. In doing this, we not only observe the person's behavior, but also rely on our knowledge of similar person we have met in the past. That is, we use our schema regarding this type of person. ഇപ്പൊ നമ്മള് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരിക്കും ചില ആളുകൾ കാണുന്നത്. അപ്പൊ നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ ചില ആളുകൾ കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും, ചില ആളുകൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതല്ല, ഒന്നും വേണ്ട, എന്നെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ വളരെ എന്താണ് എന്റെ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർ പറയാറുണ്ട് ഞാൻ ചിരിക്കൽ കുറവാണ്, എന്റെ ഫേസ് കണ്ടാൽ വളരെ എന്താണ് ഒരു 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 എന്താ ഒരു സാധനം ഇമേജ് ഉണ്ടല്ലോ, അതാണെന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മളുടെ ഉള്ളിലുള്ള സ്കീമയാണ്. അപ്പൊ ഇത്തരത്തിൽ ഫേസ് ഉള്ളവര്, ഇത്തരത്തിൽ കണ്ണട വെച്ചവര്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് തടിയുള്ളവര്, ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സ്കീമയാണ് നമ്മളുടെ. ക്ലിയർ?
അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില മധുരപരമായിട്ട് സംസാരിക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്ത് സോഫ്റ്റ് ആണ് എങ്ങനെ നമ്മൾ വിചാരിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മളുടെ സ്കീമയാണ്. നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. പക്ഷെ റിയൽ ആയിട്ട് അവർ അങ്ങനെ ആവണം എന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ ആണോ? ഓക്കെ മാം. Schemas help us process information by enabling us to recognize which personal characteristics are important in the interaction and which are not. They structure and organize information about the person. They help us remember information better and process it more quickly. Sometimes they fill gaps in knowledge and enable us to make inferences and judgment about others. ചില സമയങ്ങളിൽ നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്ത് അത് ശരിയാവാറുണ്ട്. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മൾ പറയും സ്ത്രീകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് പറയും. ചില ചതിയന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ശരിയാണോ? സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയും. അത് ശരിയാവില്ല കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഉറപ്പായിട്ടും അത് ശരിയാവില്ല. ഒരു 99% ശരിയാണ്. അപ്പോ നമ്മളുടെ സ്കീമ നല്ല പെർഫെക്റ്റ് ആണ്. നമുക്ക് കുറെ എക്സ്പീരിയൻസസ് ലൈഫിൽ കുറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ കുറെ എക്സ്പീരിയൻസ് ലൈഫിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ കുറെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ പാഠങ്ങളാണ് അതൊക്കെ നമ്മുടെ സ്കീമാസ് ആണ്. അപ്പൊ ഇനി ഒരു പുതിയ എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണ് അതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അതാണ് സ്കീമ. One way to study cognitive structure is to observe changes that occur in a person's cognitions when he or she is under challenge or attack. അപ്പോൾ ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ചേഞ്ചസ് പഠിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച്, മെന്റൽ ട്രോമാസോ അല്ലെങ്കിൽ അവരൊരു കോൺഫ്ലിക്റ്റിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവരെ കുറിച്ച് പഠിച്ചാൽ മതി. അവരുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലെ ചേഞ്ചസ് മനസ്സിലാക്കാം എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് വരുന്നത്? നമ്മളുടെ മനസ്സിലേക്ക് കുറെ ഐഡിയാസ് വരുന്നു. അതെല്ലാം എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണ്. നമുക്ക് അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അവിടെ പോണോ, അത് ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറെ കോൺഫ്ലിക്ട്സ്, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ നമ്മളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴൊക്കെയാണ് നമ്മൾ എവിടെ പോകുന്നത്? ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ സഹായമൊക്കെ തേടുന്നത് അപ്പോഴാണ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് തിയറി ഹാസ് മെയ്ഡ് മെനി ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സൈക്കോളജി. ഇറ്റ് ട്രീറ്റ്സ് such diverse phenomena as self-concept, perception of persons and attribution of causes, attitude change, impression management and group stereotypes. In this context, cognitive theory has produced many insights and striking predictions regarding individuals and social behavior. One limitation of this theory is that it simplifies and sometimes oversimplifies. ഇതങ്ങനെ വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഒരുപാട് ഒരു കടുകട്ടി കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ദ വേ ഇൻ വിച്ച് പീപ്പിൾ പ്രോസസ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഹെറന്റ്ലി കോംപ്ലക്സ് ഫിനോമിനൻ. അങ്ങനെ എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ഓരോരുത്തരും ഉള്ളിലേക്ക് എടുക്കുന്നത് അതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ശരിയല്ലേ? ഇപ്പൊ ഞാൻ ഒരു കാര്യത്തിന് എടുക്കുന്ന പോലെയല്ല മൂസിനെ എടുക്കുന്നത്, അതുപോലെയല്ല ഷിംജിത് എടുക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പൊ അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല. അതറിയാനുള്ള പ്രത്യേക ടെക്നിക്സോ ഒന്നും ഇല്ല. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ. അല്ലെ? ഇപ്പൊ നമ്മളുടെ മുമ്പില് ഒരാൾ മുന്നിൽ നിൽക്കുന്നു, അയാൾക്ക് നമ്മളെ കൊല്ലണമെന്നാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അവൻ നമ്മളെ ചതിക്കാൻ കൂടിയവനാണ്. നമുക്ക് ഡയറക്ട്ലി ഒബ്സർവബിൾ അല്ല. അത് അവര് പറയുന്നത് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ, നമ്മളോട് ദേഷ്യമുണ്ടോ, നമ്മളെ കൊല്ലാൻ വന്നവനാണോ, ചതിക്കാൻ വന്നവനാണോ എന്ന് അവന്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ്. This means that compelling and definitive tests of theoretical predictions from cognitive theory are sometimes difficult to conduct. അപ്പൊ ഇങ്ങനെയുള്ള തിയറീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ഉള്ളിലെ മെന്റൽ എബിലിറ്റീസ് ആണ്. അത് അങ്ങനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഒന്നും ഇപ്പൊ നിലവിൽ ഇല്ല. The cognitive perspective is among the more popular and productive approaches in social psychology. സോഷ്യൽ സൈക്കോളജിയിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടും പോപ്പുലർ ആയിട്ടും അറിയപ്പെടുന്നത് ഈ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് തന്നെയാണ്. അപ്പൊ രണ്ടു തരത്തിലുള്ള സ്റ്റഡീസ്